കാൽപന്ത് കളിയിൽ പുതുമ അവതരിപ്പിച്ച ലോക നെറുകയിലെത്തുകയാണ് മലപ്പുറം. 2 ഗോൾ പോസ്റ്റുകൾ മാത്രം കണ്ട് ശീലിച്ച ഫുട്ബോൾ ആരാധകർക്ക് മുന്നിൽ 4 പോസ്റ്റ് ഫുട്ബോൾ അവതരിപ്പിക്കുകയാണ് മലപ്പുറം. ഇസഹാക്ക് പോരൂരാണ് നൂതന ഫുട്ബോൾ കളിയുടെ ഉപജ്ഞാതാവ്. കാൽപന്ത് കളി എന്നാൽ മലപ്പുറത്തുകാർക്ക് ജീവനാണ്. കാണുന്ന പാടത്തും പറമ്പിലുമെല്ലാം മലപ്പുറത്തുകാർ പന്ത് തട്ടിയാണ് വളർന്നത്. ഇരു ടീമുകളിലായി 22 പേർ മൈതാനം നിറഞ്ഞു കളിക്കുന്നതാണ് കാൽപന്ത് കളി. എന്നാൽ മലപ്പുറത്തിന്റെ പാടത്തും പറമ്പിലുമൊന്നും 22 പേരെ ഉൾക്കൊണ്ട് കളിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മലപ്പുറത്തുകാർ സെവൻസ് ഫുട്ബോളിനെയാണ് നെഞ്ചിലേറ്റിയത്. പിന്നീട് സെവൻസ് ഫുട്ബോളിന്റെ രാജാക്കന്മാരായി മലപ്പുറം ഫുട്ബോളിന്റെ മക്കയെന്ന് അറിയപ്പെട്ടു. കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ ക്രിക്കറ്റിൽ പുതുമയുള്ള 2020 വന്നു. കാൽപന്ത് കളിയിലും പുതുമയാഗ്രഹിച്ചു മലപ്പുറത്തുകാർ. ഈ ആഗ്രഹങ്ങളിൽ നിന്നാണ് 4 പോസ്റ്റ് ഫുട്ബോളിന്റെ പിറവി. ഒരു ടീമിൽ 8 പേരുമായിട്ടാണ് പുതിയ കളിരൂപത്തിന് തുടക്കമിടുന്നത്. 8 പേർ എന്നതല്ല പ്രത്യേകത. 50 മീറ്റർ സമചതുരത്തിൽ രൂപപ്പെടുത്തിയ മൈതാനത്ത് 4 ഗോൾ പോസ്റ്റുകളാണ് ഉള്ളത്. ഒരേ ദിശയിലുള്ള പോസ്റ്റുകളാണ് ഒരു ടീമിന് ഉണ്ടാകുക. ഓരോ ടീമിലും 2 ഗോൾ കീപ്പർമാർ ഉണ്ടാകും. 4 ഭാഗങ്ങളിലും ഗോൾ പോസ്റ്റ് ഉള്ളതുകൊണ്ട് ഏത് പോസ്റ്റിൽ ഗോൾ വീഴുമെന്ന ആകാംക്ഷ ഓരോ നിമിഷവും കാണികളിലും ഉണ്ടാകും. ത്രോ, ഓഫ് സൈഡ്, ഡയറക്റ്റ് ഗോൾ എന്നിവ ഇല്ല. അലക്ഷ്യമായി പന്തടിച്ചാൽ കോർണർ കിക്ക് നിർബന്ധമാകും എന്നതിനാൽ പന്ത് വലയിൽ വീഴ്ത്താനാവും കളിക്കാർ പരമാവധി ശ്രദ്ധിക്കുക. കോട്ടക്കുന്ന് ജനകീയ ഫുട്ബോൾ മൈതാനിയിൽ 1 മാസം നീണ്ടുനിന്ന സെവൻസ് ഫുട്ബോളിൽ ജേതാക്കളായ ഓസിയോൺ പള്ളിശ്ശേരിയും അപ്പോളോ കൊടശ്ശേരിയും തമ്മിലായിരുന്നു പ്രദർശന മത്സരം. 4-നെതിരെ 7 ഗോളുകൾക്ക് അപ്പോളോ കൊടശ്ശേരി 4 പോസ്റ്റ് ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യ ജേതാക്കളായി. ഗോൾ കീപ്പർമാർക്ക് കൂടുതൽ അവസരം നൽകിക്കൊണ്ടാണ് പുതുമകൾ ആഗ്രഹിക്കുന്ന മലപ്പുറത്തുകാർക്ക് മുൻപിൽ മത്സരം സമർപ്പിക്കുന്നതെന്ന് 4 പോസ്റ്റ് ഫുട്ബോളിന്റെ ഉപജ്ഞാതാവ് ഇസഹാക്ക് പോരൂർ പറഞ്ഞു. ഗോൾ കീപ്പർമാർക്ക് കൂടുതൽ അവസരം നൽകുക എന്നുള്ളതാണ് ഈ ഒരു ഫുട്ബോളിന്റെ ഇങ്ങനെ വരുത്താനുള്ള ഒരു ആശയം മുന്നിൽ വന്നത്. അതേപോലെ തന്നെ മലപ്പുറം ജില്ലക്കാർ എന്നും ഫുട്ബോളിൽ പുതുമ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർക്ക് പുതുമ ഉള്ള ഫുട്ബോൾ വരണം എന്നൊരാഗ്രഹം കൂടി ഈ ആശയത്തിന് പിന്നിലുണ്ട്. ഇനി ഇത് ഒരു പക്ഷേ രാജ്യാന്തര ഫുട്ബോളിൽ ലോകത്തിന്റെ പല ഭാഗത്തും ഒരു പക്ഷേ ഇത് കളിക്കാൻ സാധ്യതയുണ്ട്. കളിക്കമ്പക്കാരായ നിരവധി പേരാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മത്സരം കാണാനെത്തിയിരുന്നത്. വണ്ടൂരിൽ നിന്നും അയൂബ് ഖാനൊപ്പം റിപ്പോർട്ടർ, മലപ്പുറം.